അങ്ങനെ അവർ ഭായിയായി കണ്ടു നിന്നവർ പുറത്തേക്കും പോയി. എന്തൊക്കെയായിരുന്നു സംസ്ഥാനത്ത് ഗവർണറും സർക്കാരും തമ്മിൽ നടത്തിയ പോരാട്ടം? കൃത്യമായി പറയുകയാണെങ്കിൽ സാങ്കേതിക സർവകലാശാലയിലേക്കും ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലേക്കും വൈസ് ചാൻസലർമാരെ നിയമിക്കുന്ന കാര്യത്തിൽ നടത്തിയ പോരാട്ടം ചെറുതല്ലായിരുന്നു. കോടതിയിൽ, അതായത് സുപ്രീം കോടതിയിൽ വരെ എത്തി അവസാനം സെർച്ച് കമ്മിറ്റിയെ രൂപീകരിച്ചു. പോരാഞ്ഞിട്ട് ഒരു കമ്മീഷൻ, ജസ്റ്റിസ് ദൂലിയ കമ്മീഷനെ കൂടി വെക്കേണ്ടി വന്നു സുപ്രീം കോടതിക്ക് പ്രശ്ന പരിഹാരത്തിനായി. എന്തായാലും കഴിഞ്ഞ ദിവസം ഗവർണറും മുഖ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തി. 2 പ്രാവശ്യത്തെ കൂടിക്കാഴ്ചയ്ക്ക് ഒടുവിൽ രണ്ടുപേരും പരസ്പരം സമ്മതിക്കുന്നു. ഗവർണർ ആരുടെ പേരാണോ വയ്ക്കാൻ തീരുമാനിച്ചിരുന്നത് വൈസ് ചാൻസലർ സ്ഥാനത്തേക്ക്, ആ പേര് സർക്കാർ അംഗീകരിക്കുന്നു. ഇനി സർക്കാർ പറഞ്ഞ പേര് ഗവർണറും അംഗീകരിക്കുന്നു. പ്രശ്നങ്ങൾ കൈകൊടുത്ത് പിരിയുന്നു. പക്ഷേ അവിടെ നമ്മളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ പൊതുഖജനാവിൽ നിന്നും ഇതിൻ്റെ പേരിൽ എന്തുമാത്രം പൈസ ചിലവിട്ടു എന്നുള്ളതാണ്. ലോക് ഭവൻ ആയാലും സംസ്ഥാന സർക്കാർ ആയാലും സെർച്ച് കമ്മിറ്റിക്ക് മാത്രം കുറഞ്ഞ കാലയളവിലേക്ക് ചിലവിട്ടത് 31 ലക്ഷം രൂപയാണ്. അത് സെർച്ച് കമ്മിറ്റിയുടെ കണക്ക്. പക്ഷേ അതിനും അപ്പുറം വിവിധ കോടതികളിൽ അഭിഭാഷകർക്കായി നൽകിയ പൈസയുടെ കണക്ക് ഇതുവരെയായും പുറത്തു വന്നിട്ടില്ല. അത് പുറത്ത് വിടാൻ തയ്യാറായിട്ടുമില്ല. വിവരാവകാശ രേഖകൾക്ക് വേണ്ടി പലരും ശ്രമിച്ചെങ്കിലും അതിൻ്റെ മറുപടി ഇതുവരെയും ലഭ്യമായിട്ടില്ല. പക്ഷേ സർക്കാർ ആയതുകൊണ്ടും ഗവർണർ ആയതുകൊണ്ടൊക്കെ തന്നെ അതിനും മറുപടി കിട്ടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. കുറച്ച് വൈകുമായിരിക്കും. പക്ഷേ അല്പമൊന്ന് കൂടിപ്പോയില്ലേ എന്നല്ലേ നമുക്ക് ചിന്തിക്കേണ്ടത്. എന്തിനായിരുന്നു ഈ 1 വർഷം ഇവർ ഈ നാടകം കളിച്ചത്? ആർക്കു വേണ്ടിയായിരുന്നു? സർവകലാശാലകളിലെത്തുന്ന VC-മാരെ തടയുന്നു, അവരെ പുറത്തേക്ക് വിടുന്നു. അധികാരമേൽക്കാൻ അല്ലെങ്കിൽ ചുമതലയേൽക്കാൻ എത്തുന്ന VC-യെ ഗേറ്റിന് വെളിയിൽ നിർത്തുന്നു. പോലീസിൻ്റെ അകമ്പടിയോടുകൂടി ഓഫീസിനകത്തേക്ക് പ്രവേശിക്കുന്നു. മറ്റ് നടപടിക്രമങ്ങൾ നടത്താൻ കഴിയുന്നില്ല. വിദ്യാർത്ഥി സംഘടനകൾ വലിയ തരത്തിലുള്ള സമരത്തിലേക്ക് പോകുന്നു. അത് മാത്രവുമല്ല, അധ്യാപക സംഘടനകൾ, അവിടുത്തെ യൂണിവേഴ്സിറ്റിയിലെ ജീവനക്കാരുടെ സംഘടനകൾ, അങ്ങനെ വലിയ വിയോജിപ്പുകൾ വരുന്നു. വലിയ തരത്തിലുള്ള പ്രതിഷേധങ്ങൾ വരുന്നു. ക്യാമ്പസ് തന്നെ ഒരു യുദ്ധകളമായി മാറുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നു. ഇതൊക്കെ നമ്മൾ കണ്ടതാണ്. ഇത്തരത്തിലൊരു ചർച്ച അന്ന് 1 വർഷം മുമ്പേ നടത്തിയിരുന്നുവെങ്കിൽ ഇത്രയധികം പൈസ നമ്മൾ നഷ്ടപ്പെടുത്തേണ്ടി വരുമായിരുന്നു. നമ്മുടെ ഖജനാവിൽ ഇത്രയധികം പൈസ ചിലവിടേണ്ടി വരുമായിരുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ച് തീർക്കേണ്ട കാര്യങ്ങൾ. പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പ്രമാണിത്വത്തിൻ്റെ പേരിൽ നടത്തിയ വടംവലികളും വിലപേശലുകളുമാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചതെന്ന് വേണമെങ്കിൽ പറഞ്ഞു വെക്കാൻ കഴിയും. അതിനും അപ്പുറത്തേക്കൊരു വലിയ രാഷ്ട്രീയം കൂടിയുണ്ട്. ആ രാഷ്ട്രീയം ആണ് ഇത്തരത്തിൽ വലിയ തരത്തിലുള്ള അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പോർവിളിക്ക് വരെ വഴിവെച്ചത്. എന്തായാലും അവസാനം കാര്യങ്ങൾ ഗംഭീരമായി. കേരള സാങ്കേതിക സർവകലാശാലയുടെ VC-ആയി ഡോക്ടർ സീസ തോമസും ഒപ്പം ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയുടെ VC-ആയിട്ട് മറ്റൊരാളും ചുമതലയേറ്റ് കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ഇതിനിടയിലുണ്ടായിരുന്ന തർക്കങ്ങൾ, ഈ തർക്കങ്ങളുടെ പ്രശ്നങ്ങൾ ഇത് പരിഹരിക്കുന്നതിന് വേണ്ടി കോടതി ഇടപെട്ടത് ചെറുതായല്ല, വലിയ തരത്തിൽ ഇടപെടൽ നടത്തേണ്ടി വന്നു. ഹൈക്കോടതിയിലും സുപ്രീം കോടതിയിലുമൊക്കെ വലിയ തരത്തിലുള്ള വാദപ്രതിവാദങ്ങൾ നടന്നു. രാജ്ഭവനും സർക്കാരും അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തരത്തിൽ ചർച്ചകൾ നടത്തി. എന്തിനു പറയുന്നു, നമ്മുടെ സംസ്ഥാനത്തെ മന്ത്രിമാർ എത്ര പ്രാവശ്യമാണ് അനുനയ ശ്രമവുമായി ഗവർണറെ കാണാനെത്തിയത്? ആ പ്രശ്നങ്ങൾ ഒരു പക്ഷേ ഇരുകൂട്ടരും ഒരുമിച്ചിരുന്ന് ചർച്ച ചെയ്തിരുന്നെങ്കിൽ ഇത്രയധികം വലിയ പ്രതിസന്ധിയിലേക്ക് നീങ്ങുമായിരുന്നു. നമുക്ക് കേന്ദ്ര സർക്കാരിൽ നിന്ന് കിട്ടാനുള്ള ഫണ്ടുകൾ വാങ്ങിച്ചെടുക്കേണ്ട സമയം പോലും അതിക്രമിച്ചു പോയില്ലേ കേവലം ഈ പ്രശ്നങ്ങളുടെ പേരിൽ? അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, വിദ്യാഭ്യാസ മേഖലയ്ക്ക് ആവശ്യമായ കാര്യങ്ങൾ കൃത്യമായി അതിൻ്റെ ഉത്തരവാദിത്തോടു കൂടി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ചർച്ച ചെയ്താൽ പറഞ്ഞു നിൽക്കാൻ കഴിയുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ എന്നുള്ളതാണ് കഴിഞ്ഞ ഞായറാഴ്ചയിലെ സമവായ ചർച്ചയിലൂടെ പുറത്തു വന്നിരിക്കുന്നത്. എന്തായാലും ഗവർണർ തന്നെ നേരിട്ട് സുപ്രീം കോടതിയെ അറിയിച്ചിരിക്കുന്നു. പ്രശ്നങ്ങളില്ല, സമവായത്തിലെത്തിയിരിക്കുന്നു. തൽക്കാലം ഈ രണ്ടുപേരെ അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളില്ലാതെ ഡിജിറ്റൽ യൂണിവേഴ്സിറ്റിയിലും ഒപ്പം സാങ്കേതിക സർവകലാശാലയിലെയും VC-മാരായി നിയമിച്ചിരിക്കുന്നുവെന്ന്. ഇതിന് പിന്നിലെ രാഷ്ട്രീയത്തിലേക്ക് പോകുമ്പോൾ രണ്ടുപേരും രാഷ്ട്രീയപരമായി അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ തരത്തിൽ വടംവലി നടത്തി. ഈ വടംവലിയുടെ അനിവാര്യതയുണ്ടോ? മാത്രവുമല്ല, ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്ന് മാറ്റുന്നതിന് വേണ്ടിയുള്ള ഒരു 2-3 ബില്ലുകളാണ്, അല്ലെങ്കിൽ നിയമസഭ പാസ്സാക്കിയ ബില്ലുകളാണ് ഇപ്പോൾ രാഷ്ട്രപതിയുടെ പരിഗണനയിലും ഒപ്പം ഗവർണറുടെ പരിഗണനയിലുമൊക്കെ ഉള്ളത്. അന്ന് തുടങ്ങിയതാണ് പരസ്പരം ഈ മത്സരം, രാഷ്ട്രീയപരമായ ഈ മത്സരം. കാരണം ഗവർണറെ ചാൻസലർ പദവിയിൽ നിന്നും മാറ്റുന്നതിനോട് വിയോജിപ്പുള്ള ഒരു രാഷ്ട്രീയ സംഘടനയുണ്ട്, രാഷ്ട്രീയ പാർട്ടിയുണ്ട്. അതേസമയം ഗവർണർ ചാൻസലറായി തുടരുന്നതിനോടുള്ള വിയോജിപ്പ് സംസ്ഥാനത്തെ സർക്കാരിനുമുണ്ട്. അത്തരത്തിൽ ഈ 2 ഭാഗങ്ങൾ തമ്മിലുള്ള മത്സരമാണ് ഇത്തരത്തിലെ 1 വർഷം വരെയുള്ള ഒരു ഏറ്റുമുട്ടലിൽ വഴിവെച്ചത്. എന്തായാലും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങൾ പറഞ്ഞ്
തീർത്തിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ നമുക്ക് ഇനി ഒരു നല്ല സർവകലാശാലകളുടെ പ്രവർത്തനം കാണാം എന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും ചുമതലയേറ്റ ഡോക്ടർ സിസ തോമസ് പറഞ്ഞ ഒരു കാര്യമുണ്ട്, എല്ലാം മറക്കാം, പഴയ കാര്യങ്ങൾ ഓർമ്മിച്ചെടുക്കാൻ ഇനി താല്പര്യമില്ല, അത് കളഞ്ഞേക്കുക. ഇനി സാങ്കേതിക സർവകലാശാലയുടെ വികസനം, അതുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ, ഫയലുകളുടെ നീക്കം, ഇതിനൊക്കെയാണ് മുൻഗണന. നേരത്തെ തന്നെ തടഞ്ഞു നിർത്തിയതോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളിലേക്കോ ഒന്നും തന്നെ ഇടപെടാൻ തയ്യാറല്ല എന്ന് ഡോക്ടർ സിസ തോമസ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ അത്തരത്തിൽ പ്രശ്നങ്ങൾ ഇത്ര വേഗത്തിൽ പറഞ്ഞു തീർക്കുവാൻ ഇരു കൂട്ടർക്കും കഴിയുമായിരുന്നെങ്കിൽ പിന്നെ എന്തിന് കോടതിയിലേക്ക് പോയി, എന്തിന് ഇത്രയധികം പണം ചിലവിട്ടു? അപ്പോൾ എന്തിനാണ് ഇത്തരത്തിൽ ഒരു സർവകലാശാലകളുടെ പേരിൽ അല്ലെങ്കിൽ 2 സർവകലാശാലകളുടെ പേരിൽ ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നാടകങ്ങൾ കളിക്കുന്നത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കുക, ഉന്നത വിദ്യാഭ്യാസ മേഖലയ്ക്ക് ഇങ്ങനെ ഇടങ്കോലിടുന്നത് ശരിയല്ല. നമ്മുടെ ഉന്നത വിദ്യാഭ്യാസം നല്ല നിലവാരമുള്ളതായി മാറണമെന്ന് ഇവർ തന്നെ ഒന്ന് തീരുമാനിച്ചാൽ ഒരു പ്രശ്നവും ബുദ്ധിമുട്ടുമില്ലാതെ മുന്നോട്ട് പോകും.